ദശകം 36 പരശുരാമാവതാരം. അത്രേ പുത്രതയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിദോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദധിത സ്വേനൈവ ചാന്തേവധം. അങ്ങ് പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരോടുകൂടി ജനിച്ചവനായി, ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് മടുത്ത മനസ്സോടുകൂടിയവനായി, ഭാര്യയോടൊരുമിച്ച് മനസമാധാനത്തോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ട് അങ്ങ് ഉത്തമ ഭക്തനായ കാർത്തവീര്യാർജുനനാൽ ദർശിപ്പിക്കപ്പെട്ട് അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങൾ മുതലായ വരങ്ങൾ കൊടുത്ത് ഒടുവിൽ അങ്ങയാൽ തന്നെ വധത്തെയും അനുഗ്രഹിച്ചരുളി. സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരി രാമോ നാമ തദാത്മജേഷ്വരജഃ പിത്രോരഥാ സമ്മതം. അല്ലയോ ഹരേ, അതിൽ പിന്നെ കാർത്തവീര്യാർജുനനു കൊടുത്ത വരത്തെ സത്യമാക്കി തീർക്കാനും ആ അവസരത്തിൽ ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവരും കാർത്തവീര്യൻ്റെ ശക്തിക്ക് അധീനമായിരിക്കുക കൊണ്ടുമാത്രം ഒതുങ്ങിയവരുമായ മുഴുവൻ ക്ഷത്രിയവംശങ്ങളെയും വധിക്കുന്നതിനുമായി അങ്ങ് ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയിൽ നിന്ന് രേണുകാദേവിയിൽ രാമൻ എന്ന പേരോടുകൂടി അവരുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായി ജനിച്ചിട്ട് മാതാപിതാക്കൾക്ക് സന്തോഷത്തെ ഉണ്ടാക്കി തീർത്തു. ലബ്ധാന്നായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേമനാഗ് ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരീ സമമിമാം ചിത്വാധശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേ ദാധ്വരാൻ. 14 വയസ്സായപ്പോഴേക്കും എല്ലാ വേദങ്ങളും അഭ്യസിച്ചവനായ അങ്ങ് ഗന്ധർവരാജാവായ ചിത്രരഥനിൽ അല്പം അനുരാഗമുള്ളവളായിത്തീർന്ന മാതാവിനു നേരെ കോപാവിഷ്ടനായ ജമദഗ്നിയുടെ ആജ്ഞ നിമിത്തം പിതാവിൻ്റെ ആജ്ഞയെ ലംഘിച്ച സ്വന്തം സഹോദരന്മാരോടുകൂടി മാതാവിൻ്റെ ശിരച്ഛേദം ചെയ്തിട്ട് അനന്തരം ശാന്തനായിത്തീർന്ന പിതാവിൽ നിന്ന് അവരുടെ സോദരന്മാരുടെയും ജീവിതലാഭമാകുന്ന വരത്തെ ലഭിച്ചുവല്ലോ. മാതാവും അങ്ങയ്ക്ക് വരങ്ങളെ നൽകി. തന്നാൽ വധിക്കപ്പെട്ട കാര്യം അവരുടെ ഓർമ്മയിൽ ഉണ്ടാകരുതെന്ന വരവും ലഭിച്ചിരുന്നു. പിത്രാമാതൃമുദേസ്തവാഹൃതവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജശ്ചേദീമഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. അനന്തരം അങ്ങ് ഭൃഗുമഹർഷിയുടെ കൽപ്പനപ്രകാരം രേണുകയുടെ മോദത്തിനായി ജമദഗ്നിയിൽ സ്തോത്രം ചെയ്തു പ്രസാദിപ്പിച്ചു കൊണ്ടുവരപ്പെട്ട കാമധേനുവിനോടുകൂടിയ തൻ്റെ ആശ്രമത്തിൽ വെച്ച് പുറപ്പെട്ട് ഹിമാലയത്തിൽ പരമേശ്വരനെ ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ വെൺമഴു ലഭിച്ച് ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ട അസുരനെ വധിച്ച് പല ദിവ്യാസ്ത്രങ്ങളും ലഭിച്ചവനായിട്ട് അതിൽ പിന്നെ അകൃതവ്രണൻ എന്ന മഹർഷിയെ സുഹൃത്തായി ലഭിച്ച് തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. ആഗേഡോ ഭഗദോർജുനസുരഘവി സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിത പുരഗദോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹതചമോ ചക്രേണ വത്സോ ഹൃദഃ. നായാട്ടിനായി വന്നെത്തിയ
കാർത്തവീര്യാർജുനൻ അങ്ങയുടെ പിതാവിനാൽ ദേവപശുവായ കാമധേനുവിൽ നിന്ന് ലഭിച്ചവയായ വിഭവങ്ങളാൽ നന്നായി സൽക്കരിക്കപ്പെട്ടവനായി സ്വന്തം രാജധാനിയിൽ തിരിച്ചെത്തിയ ശേഷം ദുഷ്ടനായ മന്ത്രിയുടെ വാക്കനുസരിച്ച് ആ കാമധേനുവിനെ വാങ്ങിക്കൊണ്ടുവരാനായി മന്ത്രിയെ തന്നെ പറഞ്ഞുവിട്ടു. കാമധേനുവിനെ അപഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ ജമദഗ്നിയുടെ പ്രാണനാശം കൊണ്ട് കോപിച്ച അവളിൽ നിന്നു ആവിർഭവിച്ച സൈന്യത്താൽ കൊല്ലപ്പെട്ട സൈന്യവ്യൂഹത്തോടുകൂടിയവനുമായ ആ ദുഷ്ടബുദ്ധിയായ മന്ത്രിയാൽ കാമധേനുവിൻ്റെ കുട്ടി അപഹരിക്കപ്പെട്ടു. ശുക്രോ ജീവിതതാദവാക്യചലിതക്രോധോദസഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോധരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭൃൻവത്സമദാശുഷിക്ഷിതി പദൗ സംപ്രാസ്തുധാസങ്കരം. അനന്തരം ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ട ജമദഗ്നിയുടെ വാക്കുമൂലം ക്രോധം ജനിച്ചവനായി മിത്രമായ കൃതവ്രണമുനിയോടുകൂടി ധ്യാനത്താൽ മഹോദരൻ എന്ന ശിവകിങ്കരനാൽ കൊണ്ടുവരപ്പെട്ട വില്ലും വെൺമഴുവും ശരങ്ങളും ധരിച്ചുകൊണ്ട് അശ്വങ്ങളോടും സാരഥിയോടും കൂടിയ തേരിൽ കയറിയിട്ടു കാർത്തവീര്യൻ്റെ രാജധാനിയായ മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ചിട്ട് ആ രാജാവ് വാക്കുകൾ കൊണ്ട് അർത്ഥിക്കപ്പെട്ടിട്ടും പശുക്കുട്ടിയെ തിരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ അങ്ങ് യുദ്ധം ആരംഭിച്ചു. പുത്രാണാമയുതേന സപ്തദശഭിഃ അക്ഷൗഹിണീംഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർ വ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വത്കകുടാരബാണവിധളൻ നിശ്ശേഷസൈന്യോത്കരൂ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാമാപതൻ ഹേഹയഃ. കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാരോടും 17 അക്ഷൗഹിണികളോടും വമ്പന്മാരായ സേനാനായകന്മാരോടും ഒട്ടനവധി മന്ത്രിസമൂഹങ്ങളോടും കൂടി നടത്തപ്പെട്ട ഘോരമായ യുദ്ധത്തോടുകൂടിയവനായിട്ട് ഉടനെ തന്നെ അങ്ങയുടെ വെൺമഴു ശരങ്ങൾ എന്നിവ കൊണ്ട് ഭേദിക്കപ്പെട്ട നിശേഷ സൈന്യവ്യൂഹത്തോടുകൂടിയവനും ഭീതി കൊണ്ട് ഓടിപ്പോയവരായ ശേഷിച്ച പുത്രന്മാരോടുകൂടിയവനുമായി അങ്ങയെ എതിരിട്ടു. ലീലാവാരിത നർമ്മദാജലവലല്ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരന്തന്നമും ചക്രേ ത്വയ്യധ വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാഹരിം ത്വാം മുധാ ധ്യായന്ധം ചിതസൻപദോഷമവധീഃ സോഘാത് പരം തേ പദം. വെറും ലീലയായിട്ടെന്നോണം തടഞ്ഞു നിർത്തപ്പെട്ട നർമ്മദാ നദീജലത്തിൽ നീന്തി കഷ്ടപ്പെട്ട രാവണന്റെ ഗർവം നശിപ്പിച്ച 1000 കയ്യുകളാൽ പ്രയോഗിക്കപ്പെട്ട അനേകം ആയുധങ്ങളോടുകൂടിയ കാർത്തവീര്യാർജുനനെ തടഞ്ഞു നിർത്തി അങ്ങ് സുദർശന ചക്രം പോലും അങ്ങയിൽ ഫലിക്കാത്തതായി തീർന്നപ്പോൾ അങ്ങയെ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന ബോധം വന്നിട്ട് സന്തോഷത്തോടെ ധ്യാനിക്കുന്നവനെ ഛേദിക്കപ്പെട്ട എല്ലാ കൈകളോടും കൂടിയവനാക്കിയിട്ട് അങ്ങ് സംഹരിച്ചു. അപ്രകാരം ഹനിക്കപ്പെട്ട അവൻ അങ്ങയുടെ പരമപദമായ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു. ഭൂയോ മർഷിതഖേഹയാത്മജഗണൈഃ താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരധായുധസ്ത്വമകൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു ഗുഢാരയൻ വിശിഖയൻ നക്ഷത്രിയാം മേദിനീം. വീണ്ടും പിതൃവധം കൊണ്ട് അമർഷം പൂണ്ട ശേഷിച്ച കാർത്തവീര്യപുത്രന്മാരാൽ ജമദഗ്നി വധിക്കപ്പെട്ടപ്പോൾ അനേകം പ്രാവശ്യം മാറത്തടിച്ച മാതാവായ രേണുകയെ കണ്ടിട്ട് ഘോരമായ പ്രതിജ്ഞയെ ചെയ്ത് അങ്ങ് ധ്യാനം കൊണ്ടു മാത്രം വരുത്തപ്പെട്ട രഥം, ആയുധങ്ങൾ എന്നിവയോടുകൂടിയവനായി എല്ലാ ദിക്കുകളിലും ബ്രാഹ്മണരെ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന ക്ഷത്രിയന്മാരെ വെൺമഴുകൊണ്ട് ഹനിക്കുന്നവനും അമ്പുകളെ കൊണ്ട് കൊല്ലുന്നവനുമായി ഭൂമിയെ ക്ഷത്രിയ ശൂന്യയാക്കി തീർത്തു. താതോ ജീവനകൃനൃപാലകുലം
ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാദസമന്തപഞ്ചകമഹാരക്തഹ്രദൗഗേ പിതॄൻ യജ്ഞേഷ്മാമഭികാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതി ദിശമിതു യുദ്ധാത് കുമാരേർഭവാൻ. യോഗശക്തിയാൽ പിതാവിനെ രണ്ടാമതും ജീവിപ്പിച്ചവനും ക്ഷത്രിയകുലത്തെ 21 വട്ടം ജയിച്ചവനും അനന്തരം സമന്തപഞ്ചകം എന്നു പേരുള്ള വലിയ രക്തഹ്രദങ്ങളിൽ പിതൃക്കളെ തർപ്പണം ചെയ്ത് യാഗത്തിൽ ഭൂമിയെ മുഴുവനും കാശ്യപാദികളായ മഹർഷിമാർക്ക് ദാനം ചെയ്തവനുമായ അങ്ങ് പിന്നീട് സാൽവനോട് യുദ്ധം ചെയ്യുമ്പോൾ ഇവനെ ശ്രീകൃഷ്ണൻ സംഹരിച്ചുകൊള്ളും എന്നു പറഞ്ഞുകൊണ്ട് സനകാദികളാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കപ്പെട്ടു. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാത്തിതസ്താപസൈഃ ദ്യാദേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും ശ്രുവക്ഷേപണാദ് ഉത്സാര്യോ ധൃതകേരളോ ഭൃഗുപദേ വാതേശ സംരക്ഷമാം. ആയുധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് മഹീന്ദ്രപർവ്വതത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്താൽ വീണ്ടും ഗോകർണക്ഷേത്രം വരെ ഭൂമിയെ വെള്ളത്തിൽ മുക്കപ്പെട്ടതായി കണ്ടിട്ട് മഹർഷിമാരാൽ അപേക്ഷിക്കപ്പെട്ടവനായി സ്മരണമാത്രയാൽ വന്നെത്തിയ വില്ലിന്മേൽ ആഗ്നായാസ്ത്രം തൊടുക്കപ്പെട്ടത് കണ്ടു ഭയപ്പെട്ട സമുദ്രത്തെ ശ്രുവം എറിഞ്ഞുകൊണ്ട് അകറ്റി നിർത്തിയിട്ട് കേരളഭൂമിയെ ഉദ്ധരിച്ച പരശുരാമമൂർത്തിയായ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമോ ഭഗവതേ വാസുദേവായ.